അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ അധ്യക്ഷൻ, സ്റ്റേജിലിരിക്കുന്ന സംസ്ഥാന സമിതി മെമ്പർ ഉദ്ഘാടകരുമായ ബി നൗഷാദ് സാഹിബ്, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സേവ് ദി റിപ്പബ്ലിക് എന്ന കാലിക പ്രസക്തമായ പ്രമേയവുമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യൂണിറ്റി മീറ്റും യൂണിറ്റി മാർച്ചും സംഘടിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രമേയം സേവ് ദി മുസ്ലിംസ്, സേവ് ദി മൈനോറിറ്റീസ് എന്ന പ്രമേയങ്ങളൊന്നുമല്ല ഈ രാജ്യത്തെ ജനങ്ങളോട് ഈ സമയത്ത് പറയേണ്ടത് സേവ് ദി റിപ്പബ്ലിക് എന്ന പ്രമേയമാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് കാലികമായി ഈ പ്രമേയം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യം ജനക്ഷേമ രാഷ്ട്രമാണ് എന്നതാണ് റിപ്പബ്ലിക്കിന്റെ അർത്ഥം. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന അധികാരികളുടെ തോന്നിവാസങ്ങൾക്ക് വിധേയമാവാത്തൊരു രാജ്യം, ലോകത്ത് തന്നെ ഉയർന്നു നിൽക്കുന്ന ഏറ്റവും മനോഹരമായ റിപ്പബ്ലിക്. ഈ റിപ്പബ്ലിക് ഇന്ന് അപകടത്തിലാണ് എന്നതുകൊണ്ട് വളരെ പ്രസക്തമായ ഒരു പ്രമേയമാണ് രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ പോപ്പുലർ ഫ്രണ്ടിന് അവതരിപ്പിക്കാറുള്ളത്. 2020 ആനുവൽ ഡെമോക്രസി ഇൻഡെക്സ് പ്രകാരം രാജ്യത്തെ ജനാധിപത്യം 27ാം സ്ഥാനത്ത് നിന്ന് 53ലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ് വാർത്ത. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തെ വിലയിരുത്തുന്ന ലോകത്തെ അതിപ്രശസ്തരായ സാമൂഹ്യ ശാസ്ത്രജ്ഞർ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പോലും പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് 2014 മുതൽ അതിഭീകരമായി അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു എന്ന പുതിയ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ രാജ്യം മനോഹരമായ ഈ രാജ്യം, ബഹുസ്വരതയും നാനാത്വത്തിൽ ഏകത്വവും പറയുന്ന എല്ലാ മതവിഭാഗങ്ങളും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അവരുടെ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന രാജ്യം ഇന്ന് ഒരു പുതിയ വിവാദത്തിലാണ് എത്തി നിൽക്കുന്നത്. തലമറക്കുന്നവൻ അവനൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിൽ ആ മതവിഭാഗത്തിൽപ്പെട്ടവനെ ഭീകരവാദിയായി ചിത്രീകരിക്കുന്ന, അതൊരു വലിയ അപരാധമായി ചിത്രീകരിക്കുന്ന, ആ ചിഹ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മാത്രം പൊതുയിടങ്ങളിൽ പ്രവേശിക്കാൻ മാത്രം സാധിക്കുന്ന അതിഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ വർത്തമാനകാലം എത്തി നിൽക്കുന്നു. അതൊരു ഹിജാബിന്റെ മാത്രം പ്രശ്നമല്ല. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ ഹിജാബ് മാത്രം എന്ന ചോദ്യം പ്രസക്തമാണ്. കാഷായ വസ്ത്രം ധരിച്ച ഹിന്ദുത്വ ഭീകരതയുടെ ആൾരൂപമായ യുപിയിൽ ഒരു മുഖ്യമന്ത്രി ഉള്ളത് ഈ രാജ്യത്തിന് പ്രശ്നമല്ല. അത് ഈ രാജ്യത്തെ മതേതരത്വത്തിന് ഒരു കളങ്കവുമില്ല. ആളുകൾ അത് ചോദ്യം ചെയ്യുന്നില്ല. കാഷായ വസ്ത്രം ധരിക്കാനും സന്യാസി വേഷം ധരിക്കാനും ഓരോ മതവിഭാഗങ്ങളും വിഭാവന ചെയ്യുന്ന വേഷം ധരിക്കാനുമുള്ള ബഹുസ്വരതയാണ് ഈ രാജ്യത്തിന്റെ ചൈതന്യം. പക്ഷെ ആ ചൈതന്യം ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സേവ് ദ മുസ്ലിംസ്, സേവ് ദ മൈനോറിറ്റീസ് എന്ന പ്രമേയമല്ല ഇവിടെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കണം. അതുകൊണ്ട് തന്നെ RSS കഴിഞ്ഞ 100 വർഷമായി അത് രാജ്യത്ത് ഉയർത്തിപ്പിടിക്കുന്ന വിദ്വേഷം, ഈ രാജ്യത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ, അതതിന്റെ ഏറ്റവും അവസാനമായ സ്റ്റേജിൽ എത്തി നിൽക്കുന്നു. ഒരു പ്രഖ്യാപനം മാത്രം വേണ്ടി വരുന്ന വിധത്തിൽ ആ പ്രഖ്യാപനം എന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളല്ലാത്ത ജനവിഭാഗത്തിന് സന്തോഷം നൽകുമെന്നാണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ, അങ്ങനെ ധരിക്കുന്ന ആളുകൾ
വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് അത് മുന്നോട്ട് പോകില്ല എന്ന് ബോധ്യമായപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയും ഇപ്പോൾ ഇത് RSS നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വംശഹത്യയുടെ 8ാമത്തെ സ്റ്റേജിൽ നിൽക്കുന്ന ഈ രാജ്യത്ത് 1996 അമേരിക്കൻ വിദേശകാര്യ വകുപ്പിന് വേണ്ടി ലോകപ്രശസ്തനായ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ, ജിനോസൈഡ് വാച്ചിന്റെ സ്ഥാപകൻ ഗ്രിഗറി H. സ്റ്റാൻഡൻ നടത്തിയ ഒരു റിപ്പോർട്ട് പ്രകാരം നമ്മുടെ രാജ്യം വംശഹത്യയുടെ 8ാമത്തെ സ്റ്റേജിൽ നിൽക്കുന്നു. റുവാണ്ടയെക്കുറിച്ചും കൊളംബിയയെക്കുറിച്ചും മ്യാൻമറിനെ കുറിച്ചും അദ്ദേഹം നടത്തിയിട്ടുള്ള പഠനത്തിൽ രാജ്യത്തെ ജനങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ചും പിന്നോക്ക ജനവിഭാഗങ്ങൾ അവർ വംശഹത്യയുടെ വക്കിലാണ് എന്ന് വളരെ കൃത്യമായ തെളിവുകൾ സഹിതം അദ്ദേഹം വിശദീകരിക്കുന്നു. ആ വംശഹത്യയുടെ 2ാമത്തെ സ്റ്റേജിൽ ചില പ്രദേശങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് സിംബലൈസേഷൻ ആണ്, പ്രതീകവൽക്കരണം. മുസ്ലിങ്ങളെ തൊപ്പിയുള്ളവൻ, തലപ്പാവുള്ളവൻ, ഹിജാബ് ധരിക്കുന്നവൻ, പ്രത്യേക വേഷമുള്ളവൻ എന്ന് മാറ്റി തീർക്കും. ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്തുകൊണ്ട് ഇത്തരം വേഷധാരികളെ കാണുമ്പോൾ, മറ്റുള്ള വേഷധാരികളെ കാണുമ്പോൾ ഉണ്ടാവാത്ത എന്തോ വിദ്വേഷം. നീളക്കുപ്പായം ധരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ എമ്പാടുമുണ്ട്. പർദ്ദ പോലെയുള്ള വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളല്ലാത്തവരും നമ്മുടെ നാട്ടിലുണ്ട്. തലപ്പാവ് ധരിക്കുന്ന മുസ്ലിം സ്ത്രീകളെ പോലെ അല്ലാത്ത ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. അവരെ കാണുമ്പോഴൊന്നും തോന്നാത്ത ഈ വിദ്വേഷം, അത് പ്രചരിപ്പിക്കുന്നത് ഈ വംശഹത്യയുടെ സ്റ്റേജിൽപ്പെട്ടതാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ ജനവിഭാഗത്തിന് നൽകേണ്ട മനുഷ്യത്വപരമായ അവകാശങ്ങൾ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിന്റെ ഘട്ടത്തിൽ, വംശഹത്യയിലേക്ക് പോകുന്നതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ പറയുന്നു ഡീഹ്യൂമനൈസേഷൻ. അപമാനവീകരണം എന്ന് പറയുന്ന മനുഷ്യന്റെ മനുഷ്യത്വം ഇല്ലാതാക്കുന്ന, അവനെ മൃഗതുല്യനായി ചിത്രീകരിക്കുന്ന, അവന്റെ എല്ലാവിധ അവകാശങ്ങളെയും, മനുഷ്യന് ലഭിക്കേണ്ട അവകാശങ്ങൾ പോലും ഇല്ലാതാക്കി വി ആർ ബെറ്റർ ഓഫ് വിത്തൗട്ട് ദം, അവരില്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഉന്നതരായി ഇവിടെ ജീവിക്കും എന്ന സന്ദേശം പ്രചരിപ്പിച്ച് ഒരു സാധാരണക്കാരനായ ഹിന്ദുവിന്റെ മനസ്സിൽ പോലും, മുസ്ലിം അല്ലാത്ത ഓരോ ജനവിഭാഗത്തിന്റെ ഈ മനസ്സിൽ പോലും വിദ്വേഷമുണ്ടാക്കി. ഇവരില്ലായിരുന്നുവെങ്കിൽ നമുക്ക് സ്വസ്ഥമായി സൗഹൃദത്തോടുകൂടി ജീവിക്കാം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് വംശഹത്യയുടെ സ്റ്റേജിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിൽ നമ്മുടെ രാജ്യം ഇപ്പോൾ അതിന്റെ 8ാമത്തെ സ്റ്റേജിൽ, പേഴ്സിക്യൂഷൻ, അതിഭീകരമായ പീഡനങ്ങളുടെ സ്റ്റേജിലെത്തി നിൽക്കുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അതിന്റെ 7ാമത്തെ സ്റ്റേജ് വിശദീകരിക്കുന്നത് പ്രിപ്പറേഷൻ ആണ്. ആ ഘട്ടത്തിൽ വംശഹത്യക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കും, മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കും, ആവശ്യമായ ആയുധങ്ങൾ ശേഖരിക്കും, ജനവിഭാഗങ്ങളെ ഒരു വംശഹത്യ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കും. ഇന്നും ഇന്നലെയുമായി നമ്മുടെ മുമ്പിൽ പല വാർത്തകളുമുണ്ട്. ബോംബ് നിർമ്മാണത്തിനിടെ സമാധാന അന്തരീക്ഷമുള്ള പ്രദേശങ്ങളിൽ RSSകാരൻ കൊല്ലപ്പെടുന്നു. എന്തിനാണ് ഈ നിർമ്മാണം? നമ്മുടെ നാടും നമ്മുടെ രാജ്യവും അതിഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക്. അങ്ങനെ അവസാനം ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ആ മുസ്ലിം നമ്മെ ആക്രമിക്കുന്നതിന് മുമ്പ് അവൻ ആക്രമിക്കണം എന്ന ചിന്ത. If we don't kill them, we will kill us, they will kill us. നമ്മൾ അവരെ കൊന്നില്ലെങ്കിൽ അവർ നമുക്കെതിരെ തിരിയും എന്ന സന്ദേശമുണ്ടാക്കി. അത് മനസ്സിൽ കുത്തി നിറച്ച് ഒരു മുസ്ലിമിനെ കാണുമ്പോൾ കൊല്ലാനുള്ള പകയുണ്ടാക്കി വംശഹത്യയുടെ സ്റ്റേജുകൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ സമയത്ത് പറയേണ്ടത് സേവ് ദ മുസ്ലിംസ് അല്ലേ എന്ന് ചിലപ്പോൾ ചോദിച്ചു എന്ന് വരാം. പക്ഷെ അതല്ല,
മുസ്ലിങ്ങളെ മാത്രമല്ല, ഈ രാജ്യത്തെ ജനാധിപത്യം ലോകത്ത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, യു.പിയിൽ പ്രത്യേകിച്ചും. ഇവിടെ നൗഷാദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ RSSന്റെ ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ ഒരു പരിച്ഛേദമായി യു.പി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിയമ സംവിധാനങ്ങൾ തകർന്നിരിക്കുന്നു. മൈനോറിറ്റിയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേകമായ നിയമങ്ങൾ, മുസ്ലിങ്ങളെ മാത്രമല്ല. ദലിതുകൾ പീഡിപ്പിക്കപ്പെടേണ്ടവർ, മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടേണ്ടവർ, അവർ ജയിലിൽ കഴിഞ്ഞാൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള നിയമപരിരക്ഷയും ലഭിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവിടെ നിയമനിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഫെബ്രുവരി 17 കഴിഞ്ഞ വർഷം ഇതേ ഫെബ്രുവരി 17 5 or 6 ദിവസം കസ്റ്റഡിയിൽ വെച്ച് കോടതിയിൽ ഹാജരാക്കി ഫിറോസിനെയും മൻഷാദിനെയും, നമ്മുടെ പ്രവർത്തകരായ സഹോദരങ്ങളായ, നമ്മുടെ കൂടെ പരേഡിൽ നമ്മുടെ കൂടെ അണിനിരന്നിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളെ ജയിലിലേക്ക് അയച്ചത് ഇതേപോലെ ഒരു ഫെബ്രുവരി 17 ഒരു വർഷം കഴിഞ്ഞു. അത് മാത്രമല്ല അവിടെ നിയമപ്രശ്നം. സന്ദർശിക്കാൻ പോയ ഭാര്യയെയും ഉമ്മയെയും പിടിച്ച് ജയിലിലിടുന്നു. സാധാരണഗതിയിൽ കോവിഡ് പോസിറ്റീവ് അല്ലെങ്കിൽ RT-PCR നെഗറ്റീവ് സാധാരണ നമ്മളൊക്കെ കേൾക്കാറുണ്ട്. അതിലെന്തെങ്കിലും കൃത്രിമം ഉണ്ടാകുമ്പോൾ ചെറിയൊരു കേസ് ഉണ്ടാവും, പെറ്റി കേസ്, ഫൈൻ അടച്ചു വിടും. പക്ഷെ 1 മാസത്തിലധികം ഇവരെ ജയിലിലടച്ചു. ഫോർജറി എന്ന വകുപ്പ് ചേർത്തുകൊണ്ട് അവരെ ജയിലിലിടുന്നു. 1 മാസത്തോളം ജയിലിലിടുന്നു. ഇതാണ് യു.പി ആവണം എല്ലാ സംസ്ഥാനങ്ങളും എന്നാണ് യോഗി ആദിത്യനാഥ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല വിവാദങ്ങൾ, തലമറക്കണം എന്ന വിവാദങ്ങൾ, യഥാർത്ഥത്തിൽ നമുക്ക് ഓർമ്മയുണ്ടാവണം. എന്നെ ശ്രമിക്കുന്ന നല്ലവരായ മുസ്ലിങ്ങളോടും അല്ലാത്ത ജനവിഭാഗങ്ങളോടും എനിക്ക് പറയാനുള്ളത്, മറക്കുന്നതിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത പാരമ്പര്യമാണ് നമ്മുടേത്. നമുക്കറിയാമല്ലോ, ഓർമ്മയുണ്ടല്ലോ, പ്രത്യേകിച്ച് പിന്നോക്ക ജനവിഭാഗങ്ങൾ കൂടുതൽ താമസിക്കുന്ന ഈ മലയോര മേഖലയിൽ മറക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ അടിയാളനായി തമ്പ്രാക്കന്മാരുടെ മുമ്പിൽ എല്ലാ സൗന്ദര്യവും തുറന്നു വെച്ചുകൊണ്ട് നടന്ന ഒരു രാജ്യമായിരുന്നു, ഒരു നാടായിരുന്നു നമ്മുടെ നാട്. ഇവിടെ മുസ്ലിങ്ങളല്ല ഇതിനു വേണ്ടി സമരം ചെയ്തിട്ടുള്ളത്. മുസ്ലിങ്ങളോടൊപ്പം ഇത് തീരണം, അവസാനിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന നവോത്ഥാന നായകന്മാർ സമരം ചെയ്തുകൊണ്ടാണ് മറക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ തലപ്പാവ് അല്ലെങ്കിൽ തലയിൽ തട്ടം അഴിച്ചു വെക്കണം എന്നാണ് ആവശ്യപ്പെടുന്നതുള്ളതെങ്കിലും ഇനി വരുന്ന നാളിൽ ഈ തമ്പ്രാക്കന്മാർ മറക്കാനുള്ള അവകാശങ്ങൾ കൂടി ഇല്ലാതാക്കുമെന്ന് നമ്മൾ ധരിക്കണം. അതുകൊണ്ടാണ് സേവ് ദി റിപ്പബ്ലിക് എന്ന പ്രമേയം പ്രസക്തമാവുന്നത്. മീഡിയകളിൽ ഇരുന്നുകൊണ്ട് വലിയ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന RSSന്റെ മഹിളാ രത്നങ്ങൾ പറയുന്നത്, ഈ വേഷം കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിൽ വിദ്വേഷം ഉണ്ടാവുന്നു, ഈ വേഷം കാണുമ്പോൾ എന്തോ ഇറിറ്റേഷൻ ഉണ്ടാവുന്നു. എന്തിനാണ് ഇങ്ങനെ? RSSന് അങ്ങനെ ഉണ്ടാവും. കാരണം ഈ രാജ്യത്ത് മനുസ്മൃതി തമ്പ്രാക്കന്മാരുടെ, വരേണ്ട തമ്പുരാക്കന്മാരുടെ വെപ്പാട്ടികളാക്കി മാറ്റി സ്ത്രീകളെ നിർത്താൻ RSSകാർ പഠിപ്പിച്ചിട്ടുള്ള ഈ പഠനമാണ് തലക്ക് വെളിവില്ലാത്ത RSSകാർ തലയേറ്റ് നടക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് വകതിരിവുള്ള RSSകാരന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ RSSകാരനാവുക എന്നാൽ വകതിരിവില്ലാത്തവനാവുക എന്നാണ് അതിനർത്ഥം. ആർക്കെങ്കിലും പാവപ്പെട്ട ഒരു സഹോദരൻ RSSകാരനുണ്ടെങ്കിൽ അവൻ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ മറക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനാണ് RSS ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകളുടെ പർദ്ദ കാണുമ്പോൾ, അവരുടെ മക്കളെ കാണുമ്പോൾ ഇറിറ്റേഷൻ അനുഭവിക്കുന്ന മഹിളാരത്നത്തിന് ഒന്നും ഉടുക്കാതെ നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ രാജ്യത്ത്. അവൾ അങ്ങനെ നടക്കുന്നതിന് യാതൊരു പ്രശ്നവും ഈ രാജ്യത്തില്ല. അങ്ങനെ നടക്കുക മാത്രമല്ല, അങ്ങനെ വിവസ്ത്രരായി നടക്കുന്ന ആളുകളുടെ കാണാൻ പാടില്ലാത്ത അവയവം നോക്കിക്കൊണ്ട് തൊഴുതു കൈതോടെ നിൽക്കുന്ന ചിത്രങ്ങൾ, ഇതാണ് നമ്മുടെ രാജ്യത്തെ പാരമ്പര്യമായി RSS കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ മുമ്പിൽ വെക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ സന്ദേശം
സേവ് ദി റിപ്പബ്ലിക് എന്ന ഈ സന്ദേശം അത് ഈ രാജ്യത്തെ ഓരോ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. RSS ഒരു മനോഭാവമായി, അതൊരു പ്രസ്ഥാനമായല്ല, മനോഭാവമായി വളർന്നുകൊണ്ടിരിക്കുന്നു. മതേതരക്കാരായ ആളുകൾ, മതേതര പാർട്ടികൾ. ആരാ ഈ മതേതര പാർട്ടികൾ? മതമില്ലാത്ത മതേതരക്കാർ, എല്ലാ മതങ്ങളും ഇല്ലാതാകണമെന്ന് തീരുമാനിക്കുന്ന മതേതരക്കാർ. അവർ ഈ രാജ്യത്തെ വലിയ മതേതര വിപ്ലവം പ്രസംഗിക്കുന്ന ആളുകളാണ്, ബഹുസ്വരത പറയുന്ന ആളുകളാണ്. ഈ ബഹുസ്വരത പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് മുഖ്യധാര എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ചില ചിഹ്നങ്ങൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത്? ഒരു ഉദ്ഘാടന പരിപാടിയിൽ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഉദ്ഘാടനം ചെയ്യാം, ഏത് രൂപത്തിലുമാവാം. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രൂപത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മതേതരക്കാരുടെ നാട്യത്തിൽ നിലവിളക്ക് കൊളുത്തി തന്നെ ഉദ്ഘാടനം ചെയ്യുക എന്നത് മുഖ്യധാരയായി വരുന്നത് എന്തുകൊണ്ടാണ്? പാർലമെന്റിനെയും നിയമസഭകളെയും ശ്രീകോവിൽ എന്ന് വിളിക്കുന്നത് എന്തിനാണ്? ഓരോന്നിനും ഓരോ വിളിപ്പേരുണ്ടാവണം. വിദ്യാലയത്തിന് വിദ്യാലയം, സ്കൂളിന് സ്കൂൾ. അതിനെ സരസ്വതി ക്ഷേത്രമാക്കുന്നത് ഏത് മുഖ്യധാരയുടെ ഭാഗമാണ്? ഉദ്ഘാടനം ചെയ്യുമ്പോ നിലവിളക്ക് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ഏത് മുഖ്യധാരയുടെ ഭാഗമാണ്? മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഓരോന്നും മാറ്റി മാറ്റി തീർക്കുന്നു. തലമറക്കാതെ നിങ്ങൾക്ക് എന്തുകൊണ്ട് മുഖ്യധാരയുടെ ഭാഗമായിക്കൂടാ എന്നാണ് ഇപ്പോൾ ചില ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ആളുകൾ സംസാരിക്കുന്നത് ഹിജാബ് വെക്കാൻ, തലമറക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന ഈ ഘട്ടത്തിൽ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സംസാരിക്കുന്നത് പണ്ട് പ്രവാചകന്റെ കാലത്ത് തലമറച്ചിരുന്നില്ല, ആളുകൾ അതിനെതിരെ ശബ്ദിച്ചു എന്നാണ്. എന്തൊരു വിഡ്ഢിത്തമുള്ള താരതമ്യമാണിത്! ഒരു മനുഷ്യന് ലഭിക്കേണ്ട അവകാശം അവൻ തലമറക്കുന്നതിന് ഈ രാജ്യത്തെ മറ്റു ജനങ്ങൾക്ക് എന്ത് വിരോധം, അവർക്കെന്തു നഷ്ടം? പക്ഷെ ഈ നഷ്ടത്തിന് പകരം വിരുദ്ധമായ താരതമ്യങ്ങൾ ഉണ്ടാവുന്നു. ഈ താരതമ്യങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ബഹുസ്വരതയെ കുറിച്ച് സംസാരിക്കുന്നു. എന്ത് ബഹുസ്വരതയാണിത്? ഈ ബഹുസ്വരത, ഈ രാജ്യത്തിന്റെ ബഹുസ്വരത എന്ന് പറയുന്നത് വൈവിധ്യമായ ബഹുസ്വരത. കന്യാസ്ത്രീകൾക്ക് അവർക്ക് ശിരോവസ്ത്രം ധരിക്കാനുള്ള ബഹുസ്വരത, പള്ളിയിൽ അച്ഛന്മാർക്ക് വാഹ ധരിക്കാനുള്ള വിശാലത, സന്യാസിമാർക്ക് കാഷായ വസ്ത്രം ധരിക്കാനുള്ള ബഹുസ്വരത, മുസ്ലിം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ആണിനും പുരുഷനും അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള ബഹുസ്വരത. ഈ ബഹുസ്വരതയെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്തുകൊണ്ട് മുഖ്യധാരയുടെ ഭാഗമായി മാറിക്കൂടാ? നിങ്ങൾക്ക് എന്തുകൊണ്ട് പൊതുബോധത്തിന്റെ കൂടെ നിന്നുകൂടാ? എന്ത് പൊതുബോധം? എന്താണ് ഈ പൊതുബോധം? ആരാണ് ഈ പൊതുബോധം നിർമ്മിച്ചിട്ടുള്ളത്? ഇങ്ങനെ പൊതുബോധം എന്ന് പറഞ്ഞുകൊണ്ട് മിത്തുകൾ ഉണ്ടാക്കി ഓരോന്നിനെയും ഓരോന്നായി ചിത്രീകരിച്ചുകൊണ്ട് നമുക്കറിയാം. ഇപ്പോ ISROയിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപിക്കുമ്പോ പൂജകൾ നടത്തി വിക്ഷേപിക്കുന്നു. ഇതെന്ത് മതേതരത്വം? ഒരു മതേതര രാജ്യത്തിന് പ്രശ്നമല്ലാതായി തീരുന്നത് എങ്ങനെയാണ്? നമ്മുടെ കേരളത്തിൽ പോലും അത്യാഡംബരമായ വാഹനങ്ങൾ പോലീസുകാർക്ക് കൊടുക്കുമ്പോ അതിനെ ആരതി മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാർ ഇറക്കുന്നത് എന്തിനാണ്? ഇതെങ്ങനെയാണ് മതേതരത്വമാകുന്നത്? ഒരു മുസ്ലിം പെൺകുട്ടി തലമറക്കുമ്പോ അത് മതേതരത്വത്തിനെതിരെ, മറ്റേതെങ്കിലും മതവിഭാഗത്തിന്റെ ചിഹ്നങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് പൊതുബോധവും മുഖ്യധാരയുമായി മാറുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സേവ് ദ റിപ്പബ്ലിക്. ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കണം. RSSകാർക്ക് മാത്രം തീരെഴുതി കൊടുത്തതല്ല ഈ രാജ്യം. 2014 മുതൽ ഈ രാജ്യം വളരെ അപകടകരമായി മുന്നോട്ട് പോകുന്നു. എങ്ങനെയാണ് RSS അധികാരത്തിലേറിയിരിക്കുന്നത് എന്ന് ആളുകൾക്ക് സംശയമാണ്, ചോദ്യമാണ്. ആ ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. അത് പോകട്ടെ, 2019 എങ്ങനെ RSS അധികാരത്തിൽ വന്നു? ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. ലോകത്തെ പഠിക്കുന്ന ആളുകൾ, രാജ്യങ്ങളെ പഠിക്കുന്ന ആളുകൾ, സാമൂഹ്യ ശാസ്ത്രജ്ഞർ പറയുന്നു ഇത് ജനാധിപത്യത്തിന്റെ വിജയമല്ല, ജനാധിപത്യത്തിന്റെ മരണമണിയാണിത്. ഇത് ജനാധിപത്യത്തിന്റെ അവസാനത്തേക്കുള്ള ലക്ഷണമാണ്. സ്വേച്ഛാധിപത്യത്തിലേക്ക് എല്ലാവിധ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ആളുകൾക്ക് ലഭിക്കേണ്ട മൗലികാവകാശങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് ഈ രാജ്യം സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകുന്നതിന്റെ തുടക്കമാണിത്.
വിവേചനത്തോടുകൂടി ജനങ്ങളെ സമീപിക്കുന്നത് നിയമവിധേയമാകുന്നു. ഇതുവരെ നിയമത്തിന്റെ പരിരക്ഷയുണ്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന കാലത്തിൽ വിവേചനം നിയമവിധേയമാവും. അതുകൊണ്ട് തന്നെ RSSന്റെ സർസംഘചാലവ് സംസാരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന അത് ഹൈന്ദവ ദേശീയതയുമായി RSSന്റെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ്. എങ്ങനെയാണ് ഭരണഘടന RSSന്റെ സിദ്ധാന്തമായി മാറുന്നത്? ഇനി നമുക്ക് ഭാവിയിൽ നേരിടാൻ പോകുന്നത് അതാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന, അതിൽ പറയുന്ന ഓരോ നിയമങ്ങളും RSSന്റെ നിയമമായി മാറും. ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കും മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും RSSനെ എതിർക്കുന്ന മുഴുവൻ ആളുകൾക്കും നേരത്തെയുള്ള ജാതീയതയും ചാതുർവർണ്ണവും RSS വിഭാവന ചെയ്യുന്ന ഹിന്ദുത്വ ശക്തികൾക്ക് അവർക്ക് ആവശ്യാനുസരണം വിശദീകരിക്കാൻ പറ്റുന്ന ഭരണഘടനയായി നമ്മുടെ ഭരണഘടന മാറാൻ പോവുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ: ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഉണ്ടാവും. ഇവിടെ ഞങ്ങളുടെ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് ആളുകൾക്ക് മുമ്പിൽ ഇതാ കേഡറ്റുകൾ മുഖം മറക്കാതിരിക്കുന്നു. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് അവർ മാസ്ക് ധരിക്കാതെ നിങ്ങളുടെ ഓരോ ചിത്രങ്ങളും ഒപ്പിയെടുക്കുന്നതിന് വേണ്ടി ഇവിടെയുണ്ട്. പിറകിൽ നിൽക്കാതെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും RSSന്റെ ഈ നീക്കങ്ങൾക്കെതിരെ ഉണ്ടാവും. അതുകൊണ്ട് ഈ രാജ്യം കുട്ടിച്ചോറാവുന്നതിന്റെ മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ഈ മുദ്രാവാക്യം, സേവ് ദി റിപ്പബ്ലിക് എന്ന ഈ മുദ്രാവാക്യത്തോടൊപ്പം നിൽക്കണമെന്നാണ് ഈ രാജ്യത്തെ നല്ലവരായ ജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മുസ്ലിം ജനവിഭാഗത്തെ മാത്രമല്ല ഇത് ബാധിക്കുക, അവരുടെ തട്ടത്തെ മാത്രമല്ല ഇത് ബാധിക്കുക, ഈ രാജ്യത്തെ ഓരോ വിഭാഗത്തിന്റെയും അവകാശങ്ങൾക്ക് നേരെ ഇത് വരും. അത് നേരത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പലപ്പോഴും ഈ കോവിഡ് പശ്ചാത്തലത്തിൽ യൂണിറ്റി മാർച്ച് ഇവിടെ നടത്താൻ പറ്റിയിട്ടില്ലെങ്കിലും അൽഹംദുലില്ലാ 2 സംസ്ഥാനങ്ങൾ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച 2 സംസ്ഥാനങ്ങളിൽ, ഒന്ന് ഉത്തരേന്ത്യയിലെ രാജസ്ഥാനിൽ, മറ്റ് കിഴക്കൻ മേഖലയിൽ പശ്ചിമ ബംഗാളിൽ 2 സംസ്ഥാനങ്ങളിലും അൽഹംദുലില്ലാ നമുക്ക് യൂണിറ്റി മാർച്ച് നടത്താനുള്ള ഭാഗ്യമുണ്ടായിരിക്കുന്നു. അതിന് തയ്യാറുള്ള ചെറുപ്പക്കാരെ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് അൽഹംദുലില്ലാ സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ രാജ്യത്ത് എവിടെയൊക്കെ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടോ, RSSകാരാ, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വംശഹത്യ നടത്തിക്കൊണ്ട് തിരിച്ചു പോകാൻ സാധിക്കില്ല എന്ന് മാത്രമാണ് ഈ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ സംഘടനയ്ക്ക് ശക്തി പകർന്നുകൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളുടെ ഈ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.